പാചകവാതക വിലവർദ്ധനവ് ഹോട്ടൽ മേഖലയെ വലിയ പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത്. ഇന്ധനക്ഷാമത്തിന് പുറമെ വിലവർദ്ധനവ് കൂടിയായതോടെ ജീവിതം വഴിമുട്ടിയെന്ന് ചെറുകിട ഹോട്ടൽ ജീവനക്കാർ പറയുന്നു. ലോക തൊഴിലാളി ദിനത്തിൽ പത്തനംതിട്ടയിലെ തൊഴിലാളി ഹോട്ടലിൽ നിന്നും ശ്രീരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനം. പത്തനംതിട്ട മേക്കൊഴൂരുള്ള തൊഴിലാളി ഹോട്ടലിലാണ് ഇപ്പോഴുള്ളത്. ഈ തൊഴിലാളി ദിനത്തിൽ ഹോട്ടൽ തൊഴിലാളികളുടെ നെറുകന്തലക്കേറ്റ അടിയായിരുന്നു ഗ്യാസിന്റെ വില വർധനവ്, പാചകവാതക സിലിണ്ടറിന്റെ വില വർധനവ്. രവിചേട്ടൻ കടയുടമ നമുക്കൊപ്പമുണ്ട്. ചേട്ടാ, ഈ വില കൂടിയത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമല്ലോ? തീർച്ചയായിട്ടും ഭയങ്കര പ്രതിസന്ധിയിലാണ് ഞങ്ങൾ. കാര്യം 1500 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗ്യാസിനിപ്പോൾ 3600 രൂപ കൊടുത്താണ് മേടിക്കേണ്ടത്. അതിന് തക്ക വില വർധനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുമില്ല. ഉണ്ടായ ജനങ്ങൾ അത് അനുവദിക്കുന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ മൊത്തത്തിൽ വലഞ്ഞു നിൽക്കുക. ഈ സാധനത്തിന് ഇപ്പോൾ വില കൂട്ടേണ്ടി വരുമല്ലേ? സാധനത്തിന് വില തീർച്ചയായിട്ടും കൂട്ടിയില്ലേ കട നിന്നു പോകും. അല്ലാതെ എങ്ങനെ നമുക്കിത് സാധനത്തിന് വില കൂട്ടാതെ നമ്മൾ എന്ത് ചെയ്യും? ഗ്യാസ് കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ കൂടെ ഇതോടെ ആയപ്പോഴത്തേക്ക് ഗ്യാസ് കിട്ടുന്നുമില്ലായിരുന്നു. ഒരാഴ്ച കട അടച്ചിട്ടിരിക്കുകയായിരുന്നു, ഗ്യാസ് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ കിട്ടുമ്പോൾ ഈ തരത്തിലുള്ള വില വർധനവും പിന്നെ എന്തോ ചെയ്യാൻ പറ്റും? ഇതാകപ്പാടെ നിശ്ചലമായി പോകുന്ന രീതിയായി ബിസിനസ്സുകാരും ചെറിയ ബിസിനസ്സുകാർ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ 2 രൂപ 3 രൂപയൊക്കെ കൂട്ടുമ്പോൾ ആൾക്കാർ പകുതി കച്ചവടം കുറഞ്ഞു പോയി. ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. ഗ്യാസിന് 3600 രൂപ, പ്രൈവറ്റ് ഗ്യാസാണ്. നമുക്ക് ഒരു കുറ്റിയേലും എടുക്കാൻ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ, വേറെ മാർഗമൊന്നുമില്ല. ചേട്ടാ, ഈ വില വർധനവ് കാരണം ഹോട്ടലുകാർക്ക് വില കൂട്ടാതെ മറ്റു മാർഗമില്ല. പകുതി പട്ടിണിയാണ് ഞങ്ങൾ. വരുമ്പോൾ ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞ് ചായ ഇല്ല, ചിലപ്പോൾ പൊറോട്ട കാണത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ആശ്രയം ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അതിനൊരു വഴി എന്തെങ്കിലും രീതിയിൽ ഉണ്ടാക്കണം. സ്ഥിരമായിട്ട് കുടിക്കുന്ന ഞങ്ങൾക്ക് ഒരു ചായ തരാതിരിക്കാനും ഒക്കത്തില്ല. പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ഗ്യാസ് ഇല്ല ചായ ഉണ്ടാക്കാൻ ഒക്കത്തില്ല. അതിനായിട്ടുള്ള ബുദ്ധിമുട്ട് കൂടുതലും ബാധിച്ചിരിക്കുന്ന ഗ്രാമത്തിലാണ്. ഹോട്ടൽ ഉടമകൾ മാത്രമായിരിക്കില്ല, ഭക്ഷണം കഴിക്കാനെത്തുന്നവർക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായ ഹോട്ടൽ മേഖലയെ ഒന്നുകൂടി അവർക്കേറ്റ വലിയ തിരിച്ചടി കൂടിയാണ് ഈ വില വർധനവ്. ഈ തൊഴിലാളി ദിനത്തിനും ലോകത്തിലെ തൊഴിലാളികളെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. ക്യാമറമാൻ CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.